When I'm engaged in various activities, I find it difficult to inquire who is doing this. ഓരോ പ്രവൃത്തി ചെയ്യുന്ന സമയത്തും ഇതാരാ ചെയ്യുന്നത് എനിക്ക് വിചാരം ചെയ്യാൻ കഴിയുന്നില്ല. This question lingers in my mind as a thought. ഈ ഒരു ചോദ്യം എൻ്റെ മനസ്സിലൊരു ചിന്തയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വിചാരം ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. I am aware of the process, but it seems like it isn't happening as it should. പ്രോസസ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് നടക്കേണ്ടതുപോലെ നടക്കുന്നില്ല. ഇതാണ് ചോദ്യം. അപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ ജോലി ചെയ്യാൻ വിചാരിക്കുക, ഹു ഈസ് ഡൂയിങ് ദിസ് എന്ന വിചാരമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. മഹർഷി ടോക്സ് വിത്ത് ശ്രീരമണ മഹർഷിയിൽ പറയുന്നു, ലെറ്റ് ആക്ഷൻ കംപ്ലീറ്റ് ഇറ്റ് സെൽഫ്. സോ ലോങ് ആസ് ദർ ഇസ് ദ ഡൂവർ, he must reap the fruits of his action. Let action complete itself. പ്രവർത്തനം സ്വയം പൂർത്തിയാക്കട്ടെ എന്നാണ് പറയുന്നത്. സോ ലോങ് ആസ് ദർ ഇസ് എ ഡൂവർ, ചെയ്യുന്നവൻ അല്ലെങ്കിൽ ചെയ്യുന്നവൾ ഉള്ളിടത്തോളം കാലം, ഹി മസ്റ്റ് റീപ്പ് ദ ഫ്രൂട്ട്സ് ഓഫ് ഹിസ് ആക്ഷൻ. അവൻ്റെ പ്രവൃത്തിയുടെ ഫലം അവൻ അനുഭവിക്കുമെന്നാണ് മഹർഷി പറയുന്നത്. ആക്ഷൻ നടന്നോട്ടെ, പക്ഷേ ഈ ആക്ഷൻ ചെയ്യുന്ന സമയത്ത്, കർമ്മം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നവൻ അതിൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചാൽ എന്ത് സംഭവിക്കും? ഫ്രൂട്ട്സ് വരും ആക്ഷന്. ഇഫ് ഹി ഡസ് നോട്ട് തിങ്ക് ഹിംസെൽഫ് ദ ഡൂവർ, ദർ ഇസ് നോ ആക്ഷൻ ഫോർ ഹിം. ചെയ്യുന്ന വ്യക്തി, ചെയ്യുന്നവൻ അല്ലെങ്കിൽ ചെയ്യുന്നവൾ ഞാനാണ് ചെയ്യുന്നത് എന്ന് കരുതുന്നില്ല എങ്കിൽ ദർ ഇസ് നോ ആക്ഷൻ ഫോർ ഹിം. അവന് കർമ്മമില്ല. കർമ്മബന്ധനത്തിൽ ആ വ്യക്തി പെടില്ല എന്നർത്ഥം. ഹി ഈസ് എൻ അസെറ്റിക് ഹു ഹാസ് റിനൗൺസ്ഡ് വേൾഡ്ലി ലൈഫ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഹി ഈസ് എൻ അസെറ്റിക്, ഒരു സന്യാസിയെ പോലെയാവും. ഹു ഹാസ് റിനൗൺസ്ഡ് വേൾഡ്ലി ലൈഫ്. ലൗകിക ജീവിതം ത്യജിച്ച ഒരു സന്യാസിയെ പോലെയാണ് അത്രേ കർമ്മം ചെയ്യുന്ന സമയത്ത് കർമ്മം ചെയ്യുന്ന വ്യക്തി, അതായത് ഈഗോ അവിടെ ഇല്ലെങ്കിൽ. നമ്മളാരും സന്യാസത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്ത് കർമ്മം ചെയ്യുന്നവൻ ചെയ്യുന്നവൾ ഉള്ളിലുണ്ടോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി. അപ്പോൾ നേരത്തെ എക്സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ, ഈ ജോലി ചെയ്യുമ്പോൾ എനിക്ക് വിചാരം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താ നോക്കേണ്ടത്? ഡു യു ഹാവ് ദ ഫീലിംഗ് ദറ്റ് യു ആർ ദ ഡൂവർ? നിങ്ങൾ ഡൂവർ ആണ് എന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടോ എന്ന് ആദ്യം നോക്കിയാൽ മതി. നിങ്ങൾ ഡൂവർ ആണ് എന്നുള്ള ചിന്ത ഇല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ സന്യാസിയാണ്. യു ആർ എൻ അസെറ്റിക്. ഡൂവർ ആണ് എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ദാറ്റ് വിച്ച് റൈസസ് എസ് ഐ ഇൻ ദിസ് ബോഡി ഇസ് ദ മൈൻഡ്. അപ്പോൾ സാധാരണഗതിയിൽ ചിലപ്പോൾ നമുക്കങ്ങനെ വരും, ഞാനാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നൽ വരും. ഈ ഞാനാരാ? ദാറ്റ് വിച്ച് റൈസസ് എസ് ഐ ഇൻ ദിസ് ബോഡി. ഈ ശരീരത്തിലാണോ ഉണ്ടാകുന്നത്? അത് മനസ്സാണ്. മനസ്സാണ് ശരിക്കും ഉയരുന്നത്. എൻ്റെ ഈ ശരീരത്തിൽ ഞാൻ എന്ന് പറഞ്ഞു ഉയരുന്നതാരാ? എൻ്റെ മനസ്സാണ്. നിങ്ങളൊരു കർമ്മം ചെയ്യുമ്പോൾ ഞാൻ എന്ന തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളല്ല, മനസ്സാണ് എന്നാണ് മഹർഷി പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് യാതൊരു പ്രശ്നവുമില്ല. ഐ എന്ന ചിന്ത വന്നിട്ടില്ലെങ്കിൽ, ഐ എന്ന ചിന്ത വന്നാൽ എന്ത് സംഭവിക്കും? ദാറ്റ് വിച്ച് റൈസസ് എസ് ഐ ഇൻ ദിസ് ബോഡി ഈസ് ദ മൈൻഡ്. സോ ഇവിടെ ഒരു ഡൂവർ വന്നു. ഈ സമയത്ത് നോക്കുക, ആ മനസ്സവിടെ വന്നു കഴിഞ്ഞു അല്ലേ. ഡൂവർ വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? അവിടെ നമുക്ക് അന്വേഷണം ആരംഭിക്കണം. ആ ഐ ആരാണെന്ന് ആ സമയത്ത് അന്വേഷിച്ചാൽ മതി. അതല്ലെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. വെറുതെ ജോലി ചെയ്യുന്ന സമയത്ത് ഇതാരാ ചെയ്യുന്നത്, ഇതാരാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതൊരു ചിന്തയായിട്ട് മാറും. അവിടെ ചിന്തകൻ ഉണ്ടായിരുന്നില്ല. ഒരു ചിന്തയില്ലാത്ത സമയത്ത് ഞാനൊരു ചിന്തയെ കൊണ്ട് സ്ഥാപിച്ചു. ഞാൻ തന്നെയാണ് സ്ഥാപിക്കുന്നത്. കാരണം നമ്മൾ ഈ സെൽഫ് എൻക്വയറി ഒക്കെ പഠിച്ചതല്ലേ, ഏത് സമയവും ഇത് ചെയ്യണം എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ചിലപ്പോൾ അതൊരു ചോദ്യമായിട്ട് മാറും, അതൊരു ചിന്തയായിട്ട് മാറും. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ശരീരം പണി ഇങ്ങനെ ചെയ്തു പോകുമായിരുന്നു. അപ്പം ഞാനവിടെ ഒരു ചിന്ത കൊണ്ട് സ്ഥാപിച്ചു. അതിൻ്റെ ആവശ്യമില്ല. ആ ഒരു ഡൂവർ ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രം വിചാരം ചെയ്താൽ മതി. ദ പ്രസന്റ് ഡിഫിക്കൽട്ടി ഈസ് ദാറ്റ് ദ മാൻ തിങ്സ് ദാറ്റ് ഹി ഈസ് ദ ഡൂവർ, ബട്ട് ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഞാനാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതാണ് മനുഷ്യനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് മഹർഷി പറയാം. ബട്ട് ഇറ്റ് ഇസ് എ മിസ്റ്റേക്ക്. അതൊരു തെറ്റാണ്. ആൻഡ് ഹി കണ്ടിന്യൂസ്, ഇറ്റ് ഇസ് ദ ഹയർ പവർ വിച്ച് ഡസ് എവറിത്തിങ് ആൻഡ് മാൻ ഈസ് ഓൺലി എ ടൂൾ. എല്ലാം ചെയ്യുന്നത് ആരാ? ഹയർ പവറാണ്, ഉയർന്നൊരു ശക്തിയാണ്. മാൻ ഈസ് ഓൺലി എ ടൂൾ. മനുഷ്യൻ ഒരു ഉപകരണം മാത്രമാണ്. നമ്മളെല്ലാവരും ശരിക്കും ഉപകരണങ്ങളാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് മനസ്സാണ്. മനസ്സല്ല ഇത് ചെയ്യുന്നത്. നമ്മളിലൂടെ ശരിക്കും ഹയർ പവർ ആണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹയർ പവറിൻ്റെ സ്ഥാനം കൊടുക്കാനില്ല അവിടെ. ഇഫ് ഹി ആക്സെപ്റ്റ്സ് ദാറ്റ് പൊസിഷൻ, ഹി ഈസ് ഫ്രീ ഫ്രം ട്രബിൾസ്. അതർവൈസ് ഹി കോട്ട്സ് ദം. ആ പൊസിഷൻ സ്വീകരിച്ചാൽ, ഇഫ് ഹി ആക്സെപ്റ്റ്സ് ദാറ്റ് പൊസിഷൻ,
എന്ത് പൊസിഷൻ? എല്ലാം ചെയ്യുന്നത് ഹയർ പവറാണ് എന്നുള്ള ആ ഒരു പൊസിഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹീസ് ഫ്രീ ഫ്രം ട്രബിൾസ്. ഒരു കുഴപ്പവും വരില്ല. അതർവൈസ് ഹി കോട്ട്സ് ദം. അല്ലാത്ത പക്ഷം അവൻ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നു. കോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ്സ് ട്രബിൾ എന്നാണ്. ഞാനാണ് ചെയ്യുന്നത് എന്ന തോന്നൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്ന പറയുന്നത്. കർമ്മ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഏത് സമയം നമ്മൾ നോക്കണം, നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ഞാൻ എന്നൊരു തോന്നൽ അവിടെ ഉണ്ടോ? ആ ചിന്ത വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു മസ്റ്റ് ഡു ദി എൻക്വയറി പ്രോസസ്. ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല.